ഹായ് ഫ്രണ്ട്സ്, നമ്മളെ വീട്ടിൽ ചക്ക ഉണ്ടായപ്പോൾ അത് വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിപ്സ് ഉണ്ടാക്കിയ ആ സംഭവം ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാ എല്ലാ വർഷവും ഉണ്ടാവുമെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അതിലൊരു ചക്ക ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ഇതാ 3 ചക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ചക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ താഴെ തോടുള്ളതുകൊണ്ട് തോട്ടിലേക്കാണ് കേട്ടോ പോവുക. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ചക്കേനോടുള്ള കൊതി കാരണം ചക്ക അതിൻ്റെ താഴെ തന്നെ വീണു കേട്ടോ. അങ്ങനെ ഇതാ ചക്ക നല്ല മൂത്ത് ഇതാ വിണ്ട് കീറിയിട്ടൊക്കെ ഉണ്ട്, നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ജോലിക്കൊക്കെ പോയതിൻ്റെ ശേഷം എനിക്ക് ഒരു 1 വീക്ക് ലീവ് എടുക്കേണ്ടി വന്നു. കാലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയപ്പം വണ്ടിയിൽ നിന്ന് വീണിട്ട്. അപ്പോൾ ആ ഒരു റെസ്റ്റിൽ കുറച്ചൊക്കെ മാറിയ സമയത്ത് ഈ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു ഏതായാലും അത് വെറുതെ നശിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എന്താ ഒരു കാര്യത്തിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അത് കട്ട് ചെയ്ത് ഇതേപോലെ ചിപ്സ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഇത് രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി. പിന്നെ രാത്രി ഇത് തീരുന്നില്ല. പിന്നെ ചക്ക ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഫ്രിഡ്ജ് വെച്ചിട്ടില്ലെങ്കിൽ ഇത് ചീഞ്ഞ് പോവുമല്ലോ, കുറച്ചും കൂടെ ഒന്ന് ഇതായിപ്പോവും. നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അന്ന് തന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അത് അങ്ങനെ ആയതുകൊണ്ട് രാത്രി ഒരു 3 മണി 4 മണി വരെ ഇത് ചിപ്സ് വറുത്തെടുക്കുന്ന പണിയായിരുന്നു കേട്ടോ. ചക്ക വറുത്ത് ചിപ്സ് ആക്കുന്ന പണിയിലായിരുന്നേ. അപ്പോൾ വീട് മൊത്തം ചക്ക വീടായി, കിച്ചൺ മൊത്തം ചക്ക വീടായിരുന്നു കേട്ടോ. അന്ന് നല്ല വലിയ ഒരു ചക്കയായിരുന്നു കേട്ടോ. അതായത് ചെരുവത്ത് കാണുന്ന എത്രത്തോളം ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ കുറച്ച് ഞാൻ പഴുപ്പിക്കാൻ വെച്ചു, പിന്നെ കുറച്ച് ഞാൻ വേവിച്ച് ചക്ക കൂട്ടാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ബാക്കി ഒരുപാടുണ്ടായതുകൊണ്ട് നല്ല ചെറിയ കുരുവും വലിയ ചുളയും നല്ല പൊടിയുള്ള ചുളയായിരുന്നു കേട്ടോ. നല്ല ചക്കയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു. ഒരു 1 kg സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു 5 കിലോൻ്റെ ഒരു ടിന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇത് ഫുള്ള് നിറഞ്ഞു നിന്നിരുന്നു. ബാക്കി ഞാൻ ചെറിയൊരു കവറിൽ ബാലൻസും കെട്ടി വെച്ചു. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ചിപ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക. എനിക്കിത് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു കേട്ടോ, രാവിലെയും വൈകിട്ടും കഴിക്കാം.